ഇങ്ങനെ തുടങ്ങുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാതെ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് പള്ളുരുത്തിയിലാണ്. പള്ളുരുത്തിയിൽ ജോബേന്റെ വീട്ടിലാണ്. അപ്പൊ ഈ ഫിഷ് ഫാമിൽ ഒരുപാട് വെറൈറ്റി മോൺസ്റ്റർ ഫിഷസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെയുള്ള ഫിഷസിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ മാത്രമല്ല വന്നത്, ഇവിടുന്ന് 3 ഫിഷിനെ എടുക്കാൻ കൂടിയാണ്. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എടുക്കാൻ പോണ ഫിഷിന്റെ പേര് പീകോക്ക് ബാസ് ഗോൾഡൻ കെൽബെറി എന്നാണ്. അപ്പോൾ ഒരു 5 ഇഞ്ച് സൈസ് വരുന്ന 3 എണ്ണത്തിനെയാണ് നമ്മൾ എടുക്കാൻ പോണേ. അവന്മാരെ കളറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ആൾ തന്നെ പറഞ്ഞു ആളുടെ ഫാമിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള കെൽബെറീസ് ആണ് ഇപ്പോൾ വന്നേക്കണേ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാന്നാണ്. എന്തായാലും നല്ല റേറ്റിന് തന്നെ പുള്ളി നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് തരും. പിന്നെ വേറെ ഏതെങ്കിലും ഫിഷ് നിങ്ങൾക്ക് വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോയിൽ കണ്ടാൽ മതി ഏതൊക്കെ ഫിഷസ് അവൈലബിൾ ആണെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവൈലബിലിറ്റി മാത്രമല്ല വിലയും കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വിചാരിച്ചേക്കാളും കൂടുതൽ സമയം എടുത്താണ് അവന്മാരെ പിടിച്ചത്. ആദ്യത്തെ പിടിയിൽ തന്നെ അവന്മാര് വഴുതി പോയായിരുന്നു. പിന്നെ വീണ്ടും പിടിക്കാനായിട്ട് കുറച്ച് പണി കിട്ടും. നല്ല ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. എന്തായാലും 3 എണ്ണത്തിനെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേഗം വീട് പിടിക്കണം, അല്ലെങ്കിൽ മഴ പെയ്താൽ സീനാവും. അപ്പോൾ ദേ ചേട്ടൻ ഓക്സിജനൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചാലക്കുടി വരെ എത്താനുള്ളതാണ്. പിന്നെ ആള് നല്ല തിരക്കിലായിരുന്നു ഞാൻ വന്നപ്പോൾ. കാരണം കുന്നംകുളത്തേക്ക് വലിയൊരു ഗാറിന് കയറ്റി വയ്ക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പം അതിനെ പിടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടെന്നാണ് ആള് പറഞ്ഞത്. ആ ഗാറിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് പാർട്ടിലിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം കയറി കാണാവുന്നതാണ്. ഞാൻ ഇത്രയും സൈസുള്ള ഗാറിനെ എൻ്റെ ജന്മത്ത് കണ്ടല്ലോ കേട്ടോ. പുള്ളിയും പറയണ ഇത്രയും സൈസുള്ളതിനെ ആള് ഇതുവരെ കൈകാര്യം ചെയ്തല്ലോ എന്നാണ്. അപ്പം അതിനെ പാക്ക് ചെയ്ത് അയക്കാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. ഇനി ആള് നമ്മുടെ കൂടെ വീഡിയോ എടുക്കാനും അതുപോലെ ഈ സാധനത്തിനെ പിടിക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു. എന്തായാലും 3 എണ്ണത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഫിഷിന് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടേക്ക് വരാം. കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതല്ല ഓൾ ഇന്ത്യ ഡെലിവറി ഇവർക്ക് ഉണ്ട്. അപ്പോൾ ഡെലിവറി ആണെങ്കിൽ ഡെലിവറി ചാർജ് പാക്കേജിങ് ചാർജും എക്സ്ട്രാ വരുന്നുള്ളൂ. വലിയ ഫിഷസ് ആണെങ്കിൽ പാക്കേജിങ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ. പുള്ളി ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്നേക്കഡ് വെറൈറ്റീസ് ആണ്. ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട് ആളുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇല്ലെങ്കിൽ തന്നെ ആള് സെറ്റാക്കി തരും, ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഫിഷിനെ പാക്ക് ചെയ്ത് ബോക്സിലൊക്കെ ആക്കി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാഫിക് എടുക്കുമ്പോൾ ഇതിനോട് കൗതുകമുള്ളവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ പറ്റിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോക്സിലാക്കി തരാനായിട്ട്. നമുക്ക് വേഗം വീട് പിടിക്കാം. നമ്മുടെ മീൻകുട്ടന്മാരായിട്ട് നമ്മുടെ വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. മഴയൊന്നും വന്നില്ല, അതുകൊണ്ട് സേഫ് ആയിട്ട് എത്തി. പിന്നെ നമുക്ക് ഇതിനെ ആക്ലിമേറ്റ് ചെയ്യാനായിട്ട്, അതായത് ടെമ്പറേച്ചർ ഏറ്റാനായിട്ട് ഈ വൈറ്റ് ടാങ്കിൽ ഇടാം. ഇവന്മാരെ റിലീസ് ചെയ്യണതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ടാങ്കിലെ വെള്ളം കുറച്ചൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇവന്മാർ ചാടിപ്പോകാനുള്ള ചാൻസ്. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒരു പകുതിയാക്കിയിട്ട് കുറയ്ക്കാം. ഹോക്കിയുടെ ടാങ്കിൽ വയ്ക്കാൻ വേണ്ടി 2 ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടാകും. പക്ഷെ 2 എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത്തേന് എക്സ്പെൻസീവ്, പിന്നെ നമുക്ക് ഫുൾ സ്പെക്ട്രം ആയിട്ടുള്ള ലൈറ്റ് ആവശ്യമില്ല. കാരണം ഇത് പ്ലാന്റ് ടാങ്ക് ഒന്നും അല്ലല്ലോ. പിന്നെ ഇവർക്ക് അത്ര ലൈറ്റിനോട് പ്രിയമില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് വെച്ചാൽ വില കുറവിൽ LED സ്ക്വയർ ലൈറ്റ് കിട്ടും. അത് വാങ്ങിച്ച് ഒരു പവർ കേബിളും വെച്ച് കണക്ട് ചെയ്താൽ അടിപൊളിയായിട്ടിരുന്നോളും. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പോൾ ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ഓരോന്നായിട്ട് ഉമാരെ റിലീസ് ചെയ്യാം. ഉമാരുടെ ഭംഗി കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടാങ്കിലല്ല, അതായത് ഈ വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് കാര്യമില്ല, അക്വാറിയത്തിൽ ഇടണം. നല്ല കളർ ബൂസ്റ്റർ ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നല്ല ഗോൾഡൻ കളർ കാണാൻ പറ്റും. അല്ലെങ്കിൽ സൺലൈറ്റ് ഇടേണ്ട വരും. പക്ഷെ സൺലൈറ്റ് ഇട്ടാലും പായൽ വരും. അപ്പം 3 എണ്ണത്തിനും സേഫ് ആയിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്.
ഈ ടാങ്കിൽ ഞാൻ ടെസ്റ്റ് അടിക്കാനായിട്ട് കുറച്ച് ഗപ്പീനെ ഇട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഇവന്മാര് തിന്നോളും. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഫീഡ് ചെയ്യണില്ല. ചെമ്മീൻ മേടിക്കണം. ചെമ്മീനാണ് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ചിക്കൻ ആട്ടും നമുക്ക് കൊടുത്തു നോക്കണം. അത് കഴിക്കണമെങ്കിൽ സുഖമായിരുന്നു. കുറച്ച് നല്ല രീതിയിൽ ബൾക്കിയാവും. ഇവന്മാരെ പിടിക്കുന്ന സമയത്ത് അക്രമം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചാടാൻ നല്ല ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വലയിട്ട് സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിഷസ്, അടിപൊളിയല്ലേ? അപ്പോൾ ഇവരുടെ അപ്ഡേറ്റ്സ് അറിയാനും അതുപോലെ ഇങ്ങനത്തെ ഫിഷസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.